നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. ആലപ്പുഴയാണ് സ്ഥലം. അപ്പോൾ നമ്മൾ അമ്പലത്തിലെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണമെന്ന് എല്ലാവർക്കും അറിയില്ലെന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥന ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രാർത്ഥനയുടെ രീതിയിലാവുമ്പോൾ വളരെയധികം പ്രയോജനം കിട്ടും. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണെന്നുള്ള വിവരമാണ് ഞാനിവിടെ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ ശിവക്ഷേത്രത്തിലാണെന്ന് വിചാരിച്ചോ, വീട്ടിൽ നിന്ന് ശിവക്ഷേത്രത്തിൽ പോകാനായിട്ട് അത് മാത്രമേ നമ്മുടെ മനസ്സിൽ ചിന്ത പാടുള്ളൂ, മറ്റൊന്നും പാടില്ല. നമ്മൾ അമ്പലത്തിൽ പോയി നമ്മുടെ കാര്യം എന്താണ് സാധിക്കാനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയല്ല, വേറൊരു ചിന്തയ്ക്ക് അവിടെ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ വേണം അമ്പലത്തിലേക്ക് പോകാൻ. അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ നമ്മൾ ഷർട്ട് കൊണ്ടൊക്കെ പുതിയത് തന്നെയാണ്. അമ്പലത്തിൽ പോയി കുളത്തിൽ കയറി ഇച്ചിരി വെള്ളം കൊണ്ട് കൈയും കാലും ഒന്ന് നനച്ച് അതുവഴി അവിടെ ആൽത്തറയുണ്ട്. ആൽത്തറയ്ക്ക് 7 പ്രദക്ഷിണം വയ്ക്കണം. ആൽത്തറയ്ക്ക് 7 പ്രദക്ഷിണം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഉണ്ടെന്നാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആൽത്തറയിൽ വന്ന് 7 പ്രദക്ഷിണം വയ്ക്കേണ്ടത്. അതിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്നുണ്ട്. അവരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് വെപ്പ്. അപ്പോൾ അതുകൊണ്ട് മൂലേതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപേണ അഗ്രജോ ശിവരൂപായ. മൂലേതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപേണ അഗ്രജോ ശിവരൂപായ ഓം വൃക്ഷരാജാവായതോ നമോ നമ എന്നുള്ള ഇത് പ്രാർത്ഥന 7 പ്രാവശ്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് 7 പ്രാവശ്യം ചുറ്റണം. ഈ 7 പ്രാവശ്യം ചുറ്റണമെന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ ബ്രഹ്മ വിഷ്ണു അവരുടെയും കൂടി അനുഗ്രഹം കിട്ടണം. അപ്പോൾ രാവിലെയാണ് അവിടെ ആൽത്തറ പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഒരു വൈകുന്നേരം ചെയ്യാൻ വൈകുന്നേരം കാർബൺ ഡയോക്സൈഡ് ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാടില്ല, രാവിലെയാണ് ചെയ്യുന്നത്. രാവിലെ പ്രാണോർജം പ്രദാനം ചെയ്യാൻ ഈ അരയാലിന് കഴിവുണ്ട്, പ്രാണോർജം. അതുകൊണ്ട് അതിൻ്റെ ഊർജം കൂടി നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ പ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ 7 പ്രദക്ഷിണം ഞാനീ പറഞ്ഞ ഇത് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. മൂലേതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപേണ അഗ്രജോ ശിവരൂപായ ഓം വൃക്ഷരാജാവായതോ നമോ നമ എന്നിങ്ങനെയുള്ള മനസ്സിൽ കരുതി 7 വലം വയ്ക്കണം. അരയാലെന്ന് പറഞ്ഞാൽ ബോധിവൃക്ഷം എന്ന് പറയും. പണ്ട് പിന്നെ ഋഷീശ്വരന്മാരിവിടെ തപസ് ചെയ്തിരുന്നത് ഈ അരയാലിൽ തപസ് ചെയ്തിരുന്നുണ്ട്. അത് ശ്രീബുദ്ധൻ തപസ് ചെയ്തിരുന്നു. അങ്ങോർക്ക് ബോധോദയം ഉണ്ടായത് ഈ അരയാലിൻ്റെ ചുവട്ടി വെച്ചാണ്. അന്ന് ബോധിവൃക്ഷം എന്നും ഇതിന് പേര് കിട്ടി. അന്ന് അങ്ങേർക്ക് ഇങ്ങനെ തപസ് ചെയ്യാൻ ബോധിവൃക്ഷം എന്നും പറയുക. അപ്പോൾ ഇത്രയും പേരുടെ അനുഗ്രഹമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ അവിടെ നിന്ന് പിന്നെ അതും കഴിഞ്ഞ് നേരെ അമ്പലത്തിൻ്റെ വാതിക്ക് വന്ന് കൊടിമരം നോക്കി തൊഴണം. കൊടിമരം നോക്കി തൊഴണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, കൊടിമരത്തെ ദൈവചൈതന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം വിശ്വാസമാണല്ലോ. വിശ്വാസം സർവനാൽ പ്രധാനമെന്നാണ് പറയുന്നത്, ചൈതന്യം ഉണ്ടെന്ന്. അപ്പോൾ ആ ചൈതന്യത്തിനെ കൂടി നമ്മളൊന്ന് വണങ്ങണം. വണങ്ങി തിരിച്ചു വരിക. അപ്പോൾ അതിന് പൂജ നടത്താറുണ്ടല്ലോ ഇതിന്. അപ്പോൾ പൂജ നടത്തുന്നതിൻ്റെ കാര്യം ഇത് ഈ ദൈവ ചൈതന്യം അതിനകത്തുള്ളത് കൊണ്ടാണ്. അങ്ങനെ നേരെ വന്ന് ഗോപുരവാതിക്കൽ വന്ന് ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് ഒന്നിച്ച് പറയാൻ പാടില്ല. ഓം നമ ശിവായ, അതാണ് ശരിയായ രീതി. ഓം നമ ശിവായ. ഈ 3 3 അർത്ഥങ്ങളുണ്ട്. അത് ഇപ്പോൾ പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് ഓം നമ ശിവായ എന്ന് മനസ്സിൽ കരുതി പ്രാർത്ഥിച്ച് ആ ഭഗവാനെ ശിവരൂപം മനസ്സിലേക്ക് എടുക്കണം. മറ്റുള്ള ചിന്തകളൊന്നും പാടില്ല നമ്മുടെ മനസ്സിൽ. എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ വന്നിരിക്കുന്നത്? പലരും പല രീതിയിൽ അമ്പലത്തിൽ വരുന്നുണ്ട്. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവിടെ നീ പോകുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും പാടില്ല. നമ്മൾ വന്ന കാര്യം സാധിക്കണം. അപ്പോൾ ഏകാഗ്രത കൂടി മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ഓം നമ ശിവായ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ചുറ്റു വയ്ക്കണം. ചുറ്റമ്പലത്തിൽ ചുറ്റി ഇവിടെ നേരെ വാതിക്ക് വരുമ്പോൾ ഷർട്ടൂരി കയറണം. ഷർട്ടൂരി കയറണമെന്ന് ഷർട്ടിട്ട് കയറണമെന്നൊന്നും ഒരു അമ്പലത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അത് അവനവൻ്റെ വ്യക്തിപരമായ കാര്യം. ഇപ്പോൾ പലരും പറയുന്നത് ഷർട്ടൂരി കയറേണ്ട ആവശ്യമില്ല, ഷർട്ട് ഇട്ടാണ് കയറേണ്ടത്, വസ്ത്രം ഊരേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ നമ്മൾ ഭഗവാനത്തോടെ സ്നേഹ ബഹുമാനത്തോടെ ആചാര അനുഷ്ഠാനത്തോടുകൂടിയാണ് നമ്മൾ ഭഗവാന്
ധ്യാനിക്കുന്നത്. അപ്പോൾ ആ സ്നേഹ ബഹുമാനം അവിടെ നമ്മൾ കാണിക്കണം. അതാണ്, നമ്മൾ ആരുമല്ല, ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഷർട്ട് ഊരിയിട്ട് വേണം അമ്പലത്തിൽ കയറാൻ. അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരി കയറുമ്പോൾ നമ്മുടെ അതിനകത്തുള്ള ദൈവ ചൈതന്യം നമ്മളിലേക്ക്, ഹൃദയത്തിലേക്ക് വരുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഹൃദയത്തിലേക്ക് വരണം എന്ന താല്പര്യമുണ്ടെങ്കിൽ ആ ഭഗവാനെ മനസ്സറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കണം. ഒരിക്കലും വിടാതെ പ്രാർത്ഥിച്ച ആ മനസ്സറിഞ്ഞ ആ ഭഗവാന്റെ ആ വിഗ്രഹം, ആ ചൈതന്യമൂർത്തിയെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അത് നമുക്ക് സാധിക്കും. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്ത്രീകളാണെങ്കിൽ അവരുടെ നല്ല ഡ്രസ്സൊക്കെ ചെയ്തു മുടി ഭദ്രമായിട്ട് കെട്ടിവെക്കണം. അപ്പോൾ സ്ത്രീകളുടെ മുഖത്താണ് ചൈതന്യമാകുന്നത്, മുഖശ്രീയിൽ. അപ്പോൾ പുരുഷൻ്റെ നെഞ്ചത്തും സ്ത്രീയുടെ മുഖശ്രീയിലും ചൈതന്യം ഏക്കും എന്നുള്ള ഉറപ്പാണ് നമ്മൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിൽ അത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കയ്യിലുള്ള ഒരു സാധനം, ബാഗ്, കുട, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകാം, അകത്തേക്ക് കയറ്റാൻ പാടില്ല. അതെല്ലാം ഭദ്രമായിട്ട് പുറത്ത് എവിടെയെങ്കിലും വച്ചിട്ട് വേണം നമ്മൾ കയറാൻ. നമ്മൾ മാത്രമേ കയറാവുള്ളൂ. അതിനല്ലെങ്കിൽ പൂജയ്ക്കുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് നമ്മൾ അകത്ത് കയറുക. അകത്ത് കയറുമ്പോൾ വേറെ ഒന്നും ചിന്തകൾ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കയറണം, അത് ഒന്നും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞത് അവിടെ ആചാരലോപം എന്നൊരു സംഭവമുണ്ട്. ആചാരത്തിന് ഭംഗം വരുന്ന രീതിയാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുമായിട്ട് അകത്ത് കയറിയാൽ. അതുകൊണ്ടാണ് സാധനങ്ങളൊന്നും, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും അതിനകത്ത് കയറ്റരുതെന്ന് പറയും. നേരെ വന്ന് ഭഗവാനെ അങ്ങ് തൊഴുക, ഭഗവാനെ മനസ്സിരുത്തുക. അങ്ങനെ 3 വലം വയ്ക്കണമെന്ന് പറയും. അപ്പോൾ ഭഗവാനെ കണ്ട് തെക്ക് വശത്ത് സപ്തർഷികൾ ഇരിക്കുന്നെന്നാണ് പറയുന്ന 9 കല്ലുകൾ. ആ 9 കല്ലുകളുടെ പുറത്തുകൂടി വേണം നമ്മൾ നടന്ന് ഓവുചാലിലെടുത്ത് വരാൻ. ഓവുചാലിലെടുത്തെന്ന് പറഞ്ഞാൽ ഗംഗാദേവി, ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ തലേന്ന് എന്നാണ് വിശ്വാസം. അപ്പോൾ ദേവിയുടെ എഴുതുമ്പോൾ അതിന് പുരകം എന്ന് പറയും അവിടെ വരുന്നത്. നേരെ അതിനകത്തൂടെ വീണ്ടും വന്ന് ഭഗവാനെ തൊഴുത് ഇവിടെ വന്ന് രേചകം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പുറത്തുകൂടെ തന്നെ വന്ന് അവിടെ വരിക. പുരകം, രേചകം, കുംഭകം, അങ്ങനെ 3 പ്രാണായാമ തുല്യമായ പ്രദക്ഷിണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സറിഞ്ഞ് ഭഗവാനെ മനസ്സിരുത്തി നിങ്ങൾ ഇതുപോലെ 3 പ്രദക്ഷിണം വയ്ച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾക്കറിയാം അതിൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത്. എല്ലാവരും അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കും. പക്ഷേ ഈ രീതിയിൽ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ കൂടെ വരുന്നതാണ് ഭഗവാൻ ശിവൻ. അത്രയ്ക്ക് ശിവൻ കഷ്ടകാലവും ദുരിതവും പട്ടിണിയും ദുരിതവും ഒക്കെ അറിഞ്ഞ് ജീവിച്ചൊരു ഭഗവാനാണ്. അതെന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഞാൻ പിന്നെ ഒരു ദിവസം പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് അപ്പോൾ മനുഷ്യൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ കേൾക്കുന്നൊരു വ്യക്തി ഭഗവാൻ ശിവനാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ 3 പ്രാവശ്യം വലം വെച്ച് തിരിച്ച് നേരെ വന്നു കഴിഞ്ഞാൽ കുംഭകം, പുരകം, രേചകം. അപ്പോൾ ഈ പ്രാണായാമ തുല്യമായ 3 പ്രദക്ഷിണമാണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഭഗവാന്റെ അടുത്ത് വന്ന് വയ്ക്കുമ്പോഴാണ് പറയുന്നത് ഭഗവാൻ ആഹാരം കൊടുക്കാൻ സമയമായി, നേദ്യത്തിന് സമയമായി എന്ന് പറയും. നേദ്യത്തിന് സമയമായി എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ പ്രാർത്ഥന നിർത്തുക. ഇടതോ വലതോ ഉള്ള വശത്തുകൂടി നേരെ പുറത്ത് വരിക. പുറത്ത് വന്ന് കിഴക്ക് വശം ഒന്ന് മാറി നിൽക്കണമെന്നാണ്. ഫ്രണ്ടിൽ കൂടെ കയറരുതെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇറങ്ങരുതെന്ന് പറഞ്ഞ ഉദ്ദേശം നമ്മുടെ ഭ്രഷ്ടഭാവം കാണിച്ച് ഭഗവാനെ കാണിച്ച് പോകാൻ പാടില്ല. ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനെ ഭ്രഷ്ടഭാവം കാണിച്ച് പോകാൻ പാടില്ല. പെണ്ണുങ്ങളും അതെ, ആണുങ്ങളും അതെ. പക്ഷേ ഇപ്പോഴുള്ള ആളുകൾ ചെയ്യുന്ന ഫ്രണ്ടിൽ കൂടെ കയറും, ഇല്ല വലത്തൂടെ കയറും, ലെഫ്റ്റ് സൈഡിൽ കൂടെ, അങ്ങനെ പലപോലും കയറുക. നമ്മളെന്തിനാ അമ്പലത്തിൽ വരുന്നത്? അമ്പലത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 101 പ്രാവശ്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് ഭഗവാനെ മാത്രം ഓർത്ത് ഫ്രണ്ടിൽ കൂടെ കയറി ഭഗവാനെ കണ്ട് തൊഴുത്. അപ്പോൾ നേദ്യത്തിൻ്റെ സമയമായി നേരെ എടുത്തോ വലതോ ഉള്ള ഭാവത്തു കൂടി പുറത്ത് വരിക. പുറത്ത് വരണമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെയാണ് പിന്നെ നമ്മൾ കയറേണ്ടത്. അതുകൊണ്ടാണ് പുറത്ത് വന്ന് നിൽക്കാൻ പറയുന്നത്. അപ്പോൾ പുറത്ത് വന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കണമെന്നൊക്കെയാണ്. അപ്പോൾ എന്തിനാണ് തിരിഞ്ഞു നിൽക്കുന്നത്? ഭഗവാന് കൊടുക്കുന്ന ആഹാരങ്ങൾ ചിലപ്പോൾ പായസവും പ്രഥമം പലതും ആകാം. നമ്മളറിയാതെ മനുഷ്യരാണ്, നമ്മളറിയാതെ ഒന്ന് ചിന്തിച്ചു പോകും, അത് അശുദ്ധിയായി. കാരണം ഇത്രയും നേരം ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഭഗവാൻ ഈ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചാൽ അത് അവിടെ അശുദ്ധിയായി, ഭഗവാന് തിന്നാൻ പറ്റില്ല.
അതൊരെല്ലാം വിശ്വാസമാണ്. ശരിയായില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് ഇഷ്ടപ്പെടുമോ? ആർക്കും ഇഷ്ടപ്പെടും. അത് തന്നെ ഭഗവാനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞു നിൽക്കണം, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ തിരിഞ്ഞു നിൽക്കണമെന്നാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചകത്ത് കയറുക. അപ്പോൾ ശാന്തമായും സമാധാനമായിരിക്കുന്ന സമയമാണ്, പൂജയും കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞ ഏകാഗ്രതമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് മാനസികമായിരിക്കണം, മനസ്സിലായിരിക്കണം പ്രാർത്ഥന, മനസ്സിലും ആയിരിക്കണം. മനസ്സിലേക്ക് കൊണ്ടുവന്ന വിഗ്രഹത്തെ ഓർത്ത് മനസ്സിരുന്ന് കരഞ്ഞ് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. ശിവൻ്റെ അടുക്കലാണെങ്കിൽ നടക്കും എന്നുള്ളതിന് സത്യമാണ്. നമ്മൾ ഇതുപോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒറ്റ പ്രാർത്ഥന മതി. അതിശക്തമാണെങ്കിൽ ആ ഭഗവാനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ബഹുമാനവും ആദരവും ആണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും. ഇങ്ങനെ വേണം ചെയ്യാൻ, അല്ല പിന്നെ ബന്ധപ്പെട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ വഴിപാട് ചെയ്യുന്നത്, വഴിപാട് ചീട്ടാക്കി കഴിഞ്ഞാൽ നാളും പേരും പറഞ്ഞാൽ ചീട്ടാക്കുന്നത്. ഈ നാളും പേരും പറഞ്ഞ് ചീട്ടാക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ പാടില്ല. നടയിൽ തന്നെ നേരെ തന്നെ നിൽക്കുക. അപ്പോൾ ആ നാളും പേരും ആ തിരുമേനി ആ ശാന്തി അവിടെ അർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലമായിട്ട് അതിൻ്റെ ചൈതന്യം നമ്മുടെ അടുക്ക് വരുമെന്ന് വിശ്വാസമുണ്ട്. അത് വരുമെന്ന് വിശ്വാസമല്ല, വരും. അതിനവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ചൈതന്യ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാനും എന്തിനാണോ നമ്മൾ ആ അർച്ചനയ്ക്ക് ചീട്ടാക്കിയത് അത് നടക്കുമെന്നുള്ളതിന് ഉറപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴാണ് നേരെ പുറത്ത് വരിക, പ്രസാദം വാങ്ങിക്കുക. പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കാൻ പാടില്ല. കാരണം പ്രസാദം ഉച്ഛിഷ്ടമാണ്, ഭഗവാന്റെ പ്രസാദം ഉച്ഛിഷ്ടമാണ്. പക്ഷെ നമുക്ക് ദൈവതുല്യമാണ്. അത് വളരെ ബഹുമാനപ്പെട്ടാണ് ഭഗവാന്റെ പ്രസാദം. പിന്നെ ആ പ്രസാദവും കൊണ്ട് വലംബിക്കാൻ പാടില്ല. കാരണം ഇത് ഉച്ഛിഷ്ടമായ സാധനം കൊണ്ട് വലംബിക്കുന്നത് ശരിയാണ്, നിങ്ങൾ തന്നെ ആലോചിച്ച് വയ്ക്കാൻ പാടില്ല. പിന്നെ കാണിക്കിടുമ്പോൾ നമ്മൾ പൈസ ഇടാറുണ്ട്. എല്ലാവരും തലക്കുഴിഞ്ഞാണ് ഇടുന്നത്. പലരും ഞാൻ കാണുന്നു ഒരിക്കലും തലക്കുഴിഞ്ഞിടാൻ പാടില്ല. പൈസ എന്ന ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവി ആയിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ഒരാൾ നമുക്ക് പൈസ തരുമ്പോൾ നമ്മളങ്ങനെ രണ്ട് കൈ കൊണ്ടാണ് വാങ്ങിക്കുന്നത്. ആചാരപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വമാണ് നമ്മളത് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കുന്നത്, അതിനെ കൂടി നമ്മൾ വണങ്ങിക്കൊണ്ടത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും പൈസ തലക്കുഴിയാൻ പാടില്ല. അത് നെറ്റിയെ തൊട്ട് ഹൃദയത്തെ തൊട്ട് ഭഗവാനെ ഇതേ ഉള്ളൂ, എൻ്റെ 1 രൂപയേ ഉള്ളൂ, അതിടുക. ഇല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ 1 രൂപയെങ്കിലും കൊണ്ടുപോകണം, അതിടുക. ഇല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടമുള്ള ഒരു പൂ അതുകൊണ്ട് നടയിൽ വെച്ച് തൊഴുതാലും മതി. ഈ പറയുന്നതെല്ലാം ഭഗവാന് കേൾക്കും, നമ്മൾ കേൾക്കുന്നുണ്ടെന്നൊരു വിശ്വാസമല്ല, വിശ്വാസം വേണം അവിടെ. അല്ലെങ്കിൽ നമ്മൾ ഒരു വിശ്വാസം വേറെ പ്രവൃത്തിയായിട്ടിരുന്ന കാര്യം നടക്കില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തു വരികയാണ്. പിന്നെ തേങ്ങ തലക്കുഴിയുന്നുണ്ട്, അത് നല്ലതാണ്. തേങ്ങ തലക്കുഴിഞ്ഞ് അതെല്ലാം നശിക്കട്ടെ എന്നും പറഞ്ഞ് തലക്കുഴിഞ്ഞ് പൊട്ടിച്ച് കളയാം. പക്ഷേ കാശ് വിടരുത്. പലരും ഇങ്ങനെ കാശ് തലക്കുഴിയുന്നത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ലക്ഷ്മി ദേവിയാണ്. ആ ദേവി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനൊക്കെ ഉള്ളൂ. ആ ദേവിനെ ഉപദ്രവിക്കാത്ത ദേവി. അപ്പോൾ ഏത് അമ്പലത്തിൽ നമ്മൾ ദക്ഷിണ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭഗവാനും ദക്ഷിണയൊന്നും വേണ്ട. പക്ഷേ ഇത് അമ്പലത്തിൻ്റെ പ്രവർത്തനത്തിനാണ് നമ്മൾ ഈ 1 രൂപ കൊണ്ട് കൊടുക്കുന്നത്. അത് അമ്പലത്തിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്, നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ആ അമ്പലത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് നമ്മൾ പുറത്തു വന്ന് സ്വസ്ഥമായിട്ടിന്ന് പ്രസാദമൊക്കെ കഴിച്ച് നമുക്ക് അവിടെ നിന്ന് പോകാം. അപ്പോൾ ഓവുചാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓവുചാല് മറികടക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാൻ പോവുകയാണ്. ഭാഗീരഥൻ എന്ന് പറയുന്ന ഒരു മഹർഷി പണ്ടുണ്ടായിരുന്നു. അത് വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശത്തിലാണ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ഭക്തനായിരുന്നു. അങ്ങനെ തപസ് ചെയ്യാൻ പോയി. തപസ്സും കഴിഞ്ഞ് അയാളുടെ നാട്ടിൽ വന്നപ്പോൾ എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. എല്ലാം ഉണങ്ങി, വെള്ളമില്ല, പിള്ളേരും എല്ലാം നശിക്കുന്ന, ആടുകളെല്ലാം നശിച്ചു. ആ കഷ്ടമായി അയാൾക്ക് കരച്ചിൽ വന്നു. അയാൾ പറഞ്ഞ് ശിവനെ പ്രാർത്ഥിച്ചു. ശിവനെ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ്റെ ഭഗവാനെ, ഇതാണ് സംഭവം, ഇവിടെ ഉണങ്ങി വരണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പാടില്ല, അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യണമെന്ന് പറയും. ഭഗവാൻ പറയും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലെന്ന് പറയും. ഭഗവാനെ കൊണ്ട് സാധിക്കാത്ത ഈ ലോകത്ത് എന്താ ഉള്ളത്? അതുകൊണ്ട് അങ്ങെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ചെയ്യും, വടക്ക് വശം ഗംഗാദേവി ഒഴുകുന്നുണ്ടല്ലോ, നിങ്ങളുടെ നേരെ അപ്പുറത്ത് ഗംഗാദേവി ഒഴുകുന്നു. ഗംഗാദേവിയോട് പറയും, ഗംഗാദേവി വിചാരിച്ചാലേ ഈ മഴ പെയ്യിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അതെങ്ങനെ? ഒന്ന് ചെന്ന് പറയേ,
ഞാനല്ല പറയുന്നത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഗംഗാദേവി പ്രാർത്ഥിച്ചു. ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു. ഗംഗാദേവിയുടെ വിവരം പറഞ്ഞപ്പോൾ ഗംഗാദേവി പറഞ്ഞു, എൻ്റെ ശക്തി ഭയങ്കരമാണ്, എൻ്റെ ശക്തിനെ തടുക്കാൻ ആരെ കൊണ്ടും നടക്കില്ല, എൻ്റെ ശക്തി താങ്ങി ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ട് നടക്കില്ല, ഞാനാണ് ഏറ്റവും വലിയ ശക്തി. അഥവാ അവിടെ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇടിച്ചു പൊളിഞ്ഞു പോകും, അപ്പോൾ ഉള്ളതുകൂടെ പോകും. എന്ത് പറയുന്നു ചോദിച്ചു. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്തിനാ വേണേ എന്ന് പറഞ്ഞവൻ ഇവിടെ വന്ന് ശിവനോട് പറഞ്ഞ്, ശിവൻ പറഞ്ഞ്, ഭഗവാൻ പറഞ്ഞു സാരമില്ല ഒലിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് പോയി ചെന്ന് ദേവിയോട് പറഞ്ഞു, ദേവി വൃന്ദേശ്വരി ഞാൻ എന്താ വരുന്നു ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ ശിവൻ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ദേവി കുറേശ്ശെ ഒലിച്ചാൽ മതിയോ? നടക്കില്ല, എൻ്റെ ശക്തിനെ താങ്ങാൻ ഒക്കില്ലെന്ന് അങ്ങരോട് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചത്, ഞാൻ ദേവി പെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ ചട്ടെന്ന് അരിശം കയറി ഭഗവാൻ അങ്ങ് വലുതായിട്ട് ജഡ അങ്ങ് വിടർത്തപ്പോൾ തന്നെ സൂര്യൻ്റെ രശ്മി പോലും താഴെ വരിയില്ല, ഭയങ്കര ഇരുട്ടായി. അത്രയ്ക്ക് ഭയങ്കര രീതിയിലാണ് ഭഗവാൻ ജഡ ഉയർത്തി ആ ദേവീനെ, ആ വെള്ളം മുഴുവൻ ഇതിനകത്ത് ചുറ്റി അങ്ങ് വെച്ചു. ഉടനെ തന്നെ ദേവി ഉടനെ ആകെ ബഹളമായി. ഇത്തിരി പോലും വെള്ളം താഴ്ത്തു പോകുന്നില്ല. ഭഗവാൻ ദേവി ചോദിച്ചു, ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് ചോദിച്ചു. പറഞ്ഞ് ഞാൻ ശിവനാണ്, ദേവിയോട് പറഞ്ഞല്ലോ കാര്യങ്ങളെല്ലാം. ദേവി കേട്ടില്ല, എന്നിൽ കഴിഞ്ഞ ശക്തി വേറെ ആർക്കുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജഡയിൽ ഒതുക്കിയിരിക്കുകയാണെന്ന്. ഉടനെ അയ്യോ ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, ഞാൻ അറിയാതെ ചെയ്തു പോയ കാര്യമാണ്, അതുകൊണ്ട് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരി, മാപ്പ് തരാം, നീ ഒരു കാര്യം കുറേശ്ശെ ഒലിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കണ്ട, ഏതായാലും നിന്നെ വിടുന്ന പ്രശ്നമില്ല, എൻ്റെ ഗംഗ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഉദ്ദേശമാണ് ശിവക്ഷേത്രത്തിൽ ഗംഗാജലം ഒഴുകി പോകുമ്പോൾ ആ ഗംഗാദേവിനെ കവർച്ച് കടക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ഗംഗാദേവി ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഭാഗീരഥൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ പ്രയത്നം കൊണ്ടാണ് ഇത് സാധിച്ചത്. അങ്ങനെ ഭാഗീരഥ പ്രയത്നം എന്നൊരു പേര് കിട്ടി, ഭാഗീരഥ പ്രയത്നം എന്നൊരു പേര് കിട്ടി. അപ്പോൾ അമ്പലത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഏതായാലും ഈ രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അമ്പലത്തിൽ പോകേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.